അമേരിക്കയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക്. രാജ്യത്തെ ഏറ്റവും ഉന്നത ബഹുമതി മാർപ്പാപ്പയ്ക്ക് നൽകുവാൻ തീരുമാനിച്ച കാര്യം വൈറ്റ് ഹൌസാണ് ഔദ്യോഗികമായി അറിയിച്ചത്. തെക്കൻ അർദ്ധഗോളത്തിൽ നിന്നുള്ള ആദ്യത്തെ മാർപ്പാപ്പയായ ഫ്രാൻസിസ് പാപ്പ മുൻപ് വന്നവരിൽ നിന്ന് വ്യത്യസ്തനാണെന്ന് വൈറ്റ് ഹൌസ് ചൂണ്ടിക്കാട്ടി. അദ്ദേഹം എല്ലാറ്റിനുമുപരിയായി ജനങ്ങളുടെ മാർപ്പാപ്പയാണെന്നും ലോകമെമ്പാടും തിളങ്ങുന്ന വിശ്വാസത്തിന്റെയും പ്രത്യാശയുടെയും സ്നേഹത്തിന്റെയും വെളിച്ചമാണെന്നും വൈറ്റ് ഹൌസ് പ്രസ്താവിച്ചു. അമേരിക്കൻ ഐക്യനാടുകളുടെ സുരക്ഷയിലും രാജ്യ താൽപര്യത്തിനും നൽകിയ സ്തുത്യർഹ സേവനവും ലോകസമാധാനം, സംസ്കാരം എന്നിവ പരിപോഷിപ്പിക്കുന്ന പൊതു സ്വകാര്യ പ്രയത്നങ്ങളെയോ പരിഗണിച്ചാണ് പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം നൽകാറുള്ളത്. സിവിലിയൻ ബഹുമതിയാണെങ്കിലും ഇത് അമേരിക്കൻ പൗരന്മാർക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിട്ടില്ല. കഴിഞ്ഞയാഴ്ച നിശ്ചയിച്ചിരുന്ന റോമ സന്ദർശനത്തിനിടെ വത്തിക്കാനിലെത്തി മാർപ്പാപ്പയെ കാണാൻ പ്രസിഡന്റ് ജോ ബൈഡൻ പദ്ധതിയിട്ടിരുന്നതാണ്. എന്നാൽ ലോസ് ആഞ്ചലസ് നഗരത്തിലെ കാട്ടുതീ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ബൈഡൻ വത്തിക്കാൻ സന്ദർശനം റദ്ദാക്കി. ബൈഡൻ ഫോണിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയോട് സംസാരിച്ചെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു. കഴിഞ്ഞ വർഷം ജൂണിലാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുമായി ബൈഡൻ അവസാനമായി കൂടിക്കാഴ്ച നടത്തിയത്.